സ്വാശ്രയ കോളേജുകളിൽ എത്ര കൊല്ലമായിട്ട് തുടരുകയാണ്? അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ സ്വാശ്രയ കോളേജ് മൊറാടിയിൽ ഇപ്പോൾ സ്വാശ്രയ കോളേജ് ഉണ്ടല്ലോ, കോപ്പറേറ്റീവ് അടിസ്ഥാനത്തിൽ. സാമൂഹ്യ പശ്ചാത്തലം പറഞ്ഞേ ഉള്ളൂ. ഇപ്പോൾ അഞ്ചാമ്പടിയിലുണ്ട് ഇല്ലേ? എന്താ അറിയോ? ഉണ്ടോന്ന് ഉണ്ടില്ലേ? രാത്രിയില്ലേ? മുന്നാടില്ലേ? കാഞ്ഞിരങ്ങാടില്ലേ? ഇന്ന് കേരളത്തിലെ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ കേന്ദ്രം സഹകരണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രമായിട്ടുണ്ട്. അതാണ് ഞങ്ങളിപ്പം പറഞ്ഞത്. സഹകരണ മേഖല, പൊതുമേഖല, ഇൻഡിവിജ്വൽസ്, ഇവരുടെ എല്ലാം മൂലധനം നമുക്ക് ഉപയോഗിക്കാം. നിങ്ങളെന്തിനാണ് വിഷമിക്കുന്നത്? ഇതിന് സാധിക്കാറുണ്ട്. അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ലേ തീരുമാനിക്കുക? അവർ തോന്നും പോലെ നിങ്ങൾ യൂണിവേഴ്സിറ്റി തുടങ്ങുന്ന പറയാ. യൂണിവേഴ്സിറ്റി വരുമ്പോൾ എന്തൊക്കെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് എന്തൊക്കെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് തീരുമാനിച്ചു. അതാ അപ്പോൾ ഇപ്പോൾ പറഞ്ഞതാണ് ശരി. കുട്ടികൾ പുറത്തേക്ക് പോകുന്നുണ്ട്, അവർക്ക് ഇനി പുറത്ത് പോകേണ്ടി വരില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അന്നേരം പറഞ്ഞത് അല്ല ഞാൻ ഇപ്പോൾ പറഞ്ഞത്. നയം മാറ്റെന്ന് പറയേണ്ട കാര്യമില്ല. നയം തന്നെയാണ്. അന്നത്തെ നയവും ഇന്നത്തെ നയവും തന്നെയാണ്. അന്നത്തെ നയത്തിൽ നിന്ന് കുറേയും കൂടി ആഴത്തിലുള്ള ഒരു പഠനവും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സമ്പദ് വ്യവസ്ഥ. അന്ന് ഞങ്ങൾ ആരെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എപ്പോൾ കേട്ട്? ആദ്യമായിട്ട് കേട്ടത് ഇപ്പോൾ? വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്നുള്ളത് പുതിയ പദപ്രയോഗമാണ്. അപ്പോൾ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു വിജ്ഞാന സമൂഹമാക്കി കേരളത്തെ മാറ്റണമെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിൽ വമ്പിച്ച രീതിയിലുള്ള മൂലധന നിക്ഷേപം വേണം. ആ മെറിറ്റിലൊന്നും ഒരു അട്ടിമറി ഉണ്ടാവില്ല. മെറിറ്റിലൊക്കെ ഉള്ളവർക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടും. ഏറ്റവും നല്ല മെറിറ്റുള്ളവരല്ലേ ഉന്നത വിദ്യാഭ്യാസത്തിന് ആവശ്യമുള്ളത്. അത് ഏത് യൂണിവേഴ്സിറ്റി ആയാലും ഏത് വിദേശമായാലും ആരും അത് അംഗീകരിക്കും. ഞാൻ എതിർത്തിരുന്നില്ല. അവർക്ക് വേണ്ട അല്ല, ബേബി ഒന്നും എതിർത്തിരുന്നില്ല. വെറുതെ നിങ്ങൾ എതിർക്കുക. അദ്ദേഹത്തിന്റെ വായിലിങ്ങനെ കുത്തിയിരിക്കുകയാണ്. ശരി, നിർത്താം. ആവട്ടെ, നമുക്ക് ചർച്ച ചെയ്യാം. ഒരേ നയമാണ്. വേറെ നയം ഉണ്ടെങ്കിൽ പിന്നെ ബഡ്ജറ്റിന്റെ ഭാഗം ഇങ്ങനെ പറയോ? രണ്ടും വരട്ടെ തന്നെയാണ്. സാമൂഹ്യ പശ്ചാത്തലത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സാമൂഹ്യ നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് എല്ലാം കൈകാര്യം ചെയ്ത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അതിന് മേലെ പറക്കാൻ പാടില്ല. അതേ നമുക്ക് നോക്കാം, ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞു അത് സ്വകാര്യ മൂലധനത്തിലൊക്കെ നിങ്ങൾ ഏതിൻ്റെ നിക്ഷേപത്തിൻ്റെ അടിസ്ഥാന ലാഭം, കൂടുതൽ ലാഭം അല്ലേ? പിന്നെ റിപ്പോർട്ടറാകുമ്പോൾ അത് മാത്രമല്ല, ഈ മാധ്യമങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടി വേറൊരു താല്പര്യമുണ്ട്. അത് ഈ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊതു മനസ്സ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള അടിസ്ഥാന പണി കൂടി മാധ്യമങ്ങൾ നിർവഹിക്കുന്നത്. അത്രയും വലിയ വ്യത്യാസം. ഒരു സംശയമില്ല, മൂലധന താല്പര്യം ഉണ്ടാവുന്നു. പക്ഷേ അത് സാമൂഹ്യ താല്പര്യത്തിന് കീഴ്പ്പെടുത്തണം. അത്രയേ ഉള്ളൂ. സാമൂഹ്യ താല്പര്യത്തിന് കീഴ്പ്പെടുത്തിക്കൊണ്ടുള്ള സ്വാഭാവികമായിട്ടുള്ള താല്പര്യം കഴിയണം. അതല്ല അവരോട് ചോദിച്ചാൽ എന്നോട് ഞാൻ നയം പറഞ്ഞു. ഞാൻ നയം വ്യക്തമായില്ല. ഇനി എന്തെങ്കിലും നയം വ്യക്തമാക്കാനുണ്ടെങ്കിൽ പറഞ്ഞു. അവരിങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പറയാം. നിങ്ങൾക്ക് നയം വ്യക്തമായോ? ഏതാ പത്രം? ഏഷ്യാനെ തീരുവയില്ല സംശയം. അത് കാരണം അത് വിമർശനമല്ല. അത് കൃത്യമായിട്ടുള്ള ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുന്നവരാണ്. നിങ്ങളോടൊന്നും പിന്നെ വേറെ വർത്തമാനം പറ്റുന്ന ഒരു കാര്യമില്ല.